ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദിമല്ലു ബാങ്കർ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും SBI ക്ലർക്കിൻ്റെ എക്സാം ഓവറായിട്ടുണ്ട്. ഇനി കുറച്ച് പേരുടെയും കൂടെ ഉണ്ടാവാം. മാർച്ച് 1 വരെ നമുക്ക് എക്സാം ഉണ്ടല്ലോ. സോ അപ്പോൾ ചിലവരൊക്കെ മീൻസ് കുറച്ച് പേരൊക്കെ എങ്കിലും ജസ്റ്റ് ആദ്യത്തെ ഈ ഇയർ തുടങ്ങിയപ്പോൾ ആദ്യത്തെ എക്സാം എന്നുള്ള രീതിയിൽ മാത്രം SBIനെ അപ്രോച്ച് ചെയ്തവർ കാണും. ചിലവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എക്സാംസ് എഴുതിയവർ കാണും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് ബാങ്ക് എക്സാം ജസ്റ്റ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ബാങ്കിങ് ഫീൽഡിലോട്ട് ആ ഒരു എക്സാം ഫീൽഡിലോട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് ടോപ്പിക്സ് ഉള്ളത്, ഏതൊക്കെ കാര്യങ്ങളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ ധാരാളം ഫ്രീ PDFs അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ടെലിഗ്രാമിലൂടെ ലഭിക്കുന്നതായിരിക്കും. അഥവാ ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ കൂടി ടെലിഗ്രാമിൽ കൂടി ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് ടെലിഗ്രാമും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാങ്ക് എക്സാംസ്. എന്താണ് ബാങ്ക് എക്സാം? ആരാണ് ചെയ്യുന്നത്? ഓക്കെ, അത് കണ്ടക്ട് ചെയ്യുന്ന ബോഡി എന്ന് പറയുന്നത് IBPS ആണ് കണ്ടക്ട് ചെയ്യുന്ന ബോഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് RRB എന്ന് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നതാണ് നമ്മളുടെ കേരള ഗ്രാമീൺ ബാങ്ക്. കേരളയുടെ സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ കേരള ഗ്രാമീൺ ബാങ്ക് അതിൽ വരുന്ന പോസ്റ്റുകൾ ഫില്ല് ചെയ്യുന്നതാണ് RRB എക്സാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ വർഷം ഈ ഓഗസ്റ്റ് മുതലുള്ള ടൈമിൽ നമുക്ക് RRB എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. RRBയിൽ തന്നെ 2 എക്സാം കാണും. ഓക്കെ, RRB POയും RRB ക്ലർക്കും. RRB POയും RRB ക്ലർക്കിനും വേണ്ടിയിട്ടായിരിക്കും മെയിനായിട്ടും നമ്മൾക്ക് വിളിക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, അതിൽ PO എന്ന് പറയുന്നത് മാനേജർ പോസ്റ്റാണ്. ക്ലർക്ക് എന്ന് പറയുന്നത് RRB ക്ലർക്ക് അല്ലെങ്കിൽ RRB അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ക്ലറിക്കൽ ലെവൽ പോസ്റ്റാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് വരുന്നത് IBPSൻ്റെ തന്നെ വരുന്നതാണ് IBPS ക്ലർക്കും IBPS POയും. അതുപോലെ തന്നെ SO പോസ്റ്റും വരുന്നുണ്ട്. SO എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും, അതായത് ഇപ്പോൾ ലോ കാണും, IT കാണും, അഗ്രികൾച്ചർ കാണും, അങ്ങനെയുള്ള ഓരോ സ്പെസിഫിക് ഡിഗ്രീസും ഉള്ളവർക്കാണ് SO പോസ്റ്റ് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ POയും ക്ലർക്കും എഴുതാൻ പറ്റുന്ന ഡിഗ്രി മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്നതാണ് POയും ക്ലർക്കും. ഓക്കെ, IBPS ക്ലർക്കും IBPS PO എന്ന് പറയുമ്പോൾ അതിൻ്റെ കീഴിൽ കുറേ ബാങ്ക്സ് വരുന്നുണ്ട്. ഓക്കെ, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതുപോലെ തന്നെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ദെൻ ഇന്ത്യൻ ബാങ്ക്സ്, അങ്ങനെ കുറേ ബാങ്ക്സിൻ്റെ വേണ്ടിയിട്ടുള്ള ഒറ്റ എക്സാമാണ് IBPS ക്ലർക്കും IBPS PO എന്ന് പറയുന്ന എക്സാംസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് SBI എന്ന് പറയുന്നത് നമ്മുടെ SBI ക്ലർക്കും SBI POയും. അത് SBIയിലോട്ട് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതാണ് SBI ക്ലർക്കും SBI POയും. അതും 2 എക്സാംസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് RBI അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് RBIയിലെ അസിസ്റ്റൻറ്റ് പോസ്റ്റിന് വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒരു ബാങ്ക് ആസ്പിരൻറ്റ് എന്ന് പറയുന്ന വിദ്യാർത്ഥി മുന്നിൽ കാണേണ്ടത്. ഇത്രയും എക്സാംസ് ആണ്. ഓക്കെ, അതിൽ തന്നെ ബാക്കി PSCനെ ഒക്കെ അപേക്ഷിച്ച് നമുക്കുള്ള ഒരു മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ എക്സാംസ് എല്ലാം എല്ലാ വർഷവും വിളിക്കും. ഓക്കെ, അതല്ലാണ്ട് ഇപ്പോൾ 5 വർഷത്തിലൊരിക്കൽ അങ്ങനെയൊന്നുമല്ല. എല്ലാ വർഷവും കൃത്യമായിട്ടുള്ള ടൈമിൽ നമ്മൾക്ക് എക്സാം വിളിക്കുകയും കൃത്യമായിട്ടുള്ള ടൈമിൽ നമ്മളുടെ റിസൾട്ട്സ് പബ്ലിഷ് ആവുകയും അതുപോലെ തന്നെ വേക്കൻസീസ് ഫിൽ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ വർഷവും വേക്കൻസീസിൻ്റെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെ ഡിഫറൻസ് വരുമെങ്കിലും എല്ലാ വർഷവും നമുക്ക് ഈ എക്സാംസിനെയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. അത് തന്നെ ഒരു പ്ലസ് പോയിൻ്റാണ് PSCനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 6 മാസം കൊണ്ട് ഫുൾ സിലബസ് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ദെൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ 6 മാസം കഴിഞ്ഞ് ആ 6 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾക്ക് ഒരു എക്സാം എഴുതി ജോബിൽ പ്രവേശിക്കാനുള്ള
സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാങ്ക് എക്സാം ക്വാളിഫൈ ചെയ്ത് ഒരു ബാങ്ക് എംപ്ലോയി ആവാൻ പറ്റും. എന്തുകൊണ്ടാണ് എല്ലാവരും ബാങ്ക് എക്സാംസിൻ്റെ പുറകെ പോകുന്നത്? അതിനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സാലറി ബെനിഫിറ്റ്സുകൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഒരു ബേസിക് ആയിട്ട് ഒരു കുറച്ച് എമൗണ്ട് ആണ്. ഓക്കെ, ഒരു ബേസിക് സാലറി എന്ന് പറയുന്ന ഒരു ക്ലർക്കിനൊക്കെ ആണെങ്കിൽ ഒരു 20,000 19,000 ഒക്കെ ആണെങ്കിൽ പോലും ബാക്കി ധാരാളം അലവൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ അലവൻസുകളൊക്കെ കാരണമാണ് എന്താണ് പല സ്റ്റുഡൻസിനെയും ബാങ്കിങ് ഫീൽഡിലോട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സാലറി സ്ട്രക്ചർ തന്നെയാണ്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ പറഞ്ഞു ഏതൊക്കെ ബാങ്കുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു, ഏതൊക്കെ എക്സാം ബോഡീസ് ആണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ വർഷം ഓഗസ്റ്റ് മന്തിലായിരിക്കും RRB വിളിക്കുന്നത്. അതിൻ്റെ കലണ്ടറൊക്കെ ഓൾറെഡി ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു 45 ഡേയ്സ് കാണും നമ്മൾക്ക് പ്രിലിംസിന് വേണ്ടിയിട്ട്. ദെൻ ആ ഒരു പ്രിലിംസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു 15 to 20 ഡേയ്സിനുള്ളിൽ തന്നെ ആ ഒരു പ്രിലിംസിൻ്റെ റിസൾട്ട് വരും. ആ പ്രിലിംസിൻ്റെ ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റും മെയിൻസിൻ്റെ എക്സാം ഡേറ്റും ഓൾറെഡി പബ്ലിഷ്ഡ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഇടയിലുള്ള റിസൾട്ടിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളായിരിക്കും നമ്മൾക്ക് ഒരു വ്യക്തത ഇല്ലാതിരിക്കുന്നത്. ഓക്കെ, എന്നിരുന്നാൽ പോലും പ്രിലിംസ് കഴിഞ്ഞ് ഒരു 15 to 20 ഡേയ്സ് മാക്സിമം അത് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും, പ്രിലിംസിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. പ്രിലിംസിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ദെൻ അത് കഴിഞ്ഞിട്ടൊരു 10 to 15 ഡേയ്സ് ആയിരിക്കും മാക്സിമം മെയിൻസിന് വേണ്ടിയിട്ട് ഉള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്, എല്ലാ ടീച്ചേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നത് പ്രിലിംസിൻ്റെ കൂടെ തന്നെ മെയിൻസും പഠിച്ചു പോവാൻ. കാരണം പ്രിലിംസ് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അധികം ടൈം കാണുകയില്ല. അപ്പോൾ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ആ ഒരു 10-15 ദിവസം കൊണ്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇമ്പോസിബിൾ അല്ലെങ്കിൽ അത്രയും എഫേർട്ട് നമ്മൾ എടുത്തിട്ട് വേണം അത്രയും ആ ഒരു ചെറിയ ടൈമിനുള്ളിൽ പഠിച്ചെടുക്കാൻ. സോ അതുകൊണ്ടാണ് പ്രിലിംസും മെയിൻസും ഒരുപോലെ തന്നെ ഫോക്കസ് ചെയ്ത് പോകണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം ബോഡീസിനെ കുറിച്ചിട്ട് ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോളജ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് എക്സാമിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇപ്പോൾ ക്ലറിക്കൽ ലെവലാണെങ്കിൽ നമ്മൾക്ക് പ്രിലിംസും മെയിൻസും മാത്രമേ കാണുകയുള്ളൂ. ദെൻ PO ലെവലാണെങ്കിൽ പ്രിലിംസും മെയിൻസും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവും കാണും. ഓക്കെ, പ്രിലിംസും മെയിൻസും ഇൻ്റർവ്യൂ മൂന്ന് ഘട്ടങ്ങളായിരിക്കും എന്തിനുള്ളത്, POയ്ക്കുള്ളത്. ബട്ട് ക്ലർക്കിൻ്റെ കേസിൽ അങ്ങനെയല്ല. പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് കഴിഞ്ഞു. മെയിൻസിൻ്റെ ഇതിൽ നമുക്ക് കൺഗ്രാജുലേഷൻ യു ആർ സെലക്റ്റഡ് എന്നുള്ള ആ ഒരു നോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഉടനെ തന്നെ നമുക്ക് ജോബ് കിട്ടുന്നതായിരിക്കും. ബട്ട് POയുടെ കേസിൽ ഒരു സ്റ്റെപ്പും കൂടിയുണ്ട്. മെയിൻസ് പാസ്സായെങ്കിൽ പോലും ഇൻ്റർവ്യൂവിൽ മാർക്സ് രണ്ടും കൂടെ ടാലി ചെയ്യുമ്പോൾ മാർക്സ് ഒരുപോലെ ഇല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ POയിൽ മെയിൻസ് മാത്രം ക്വാളിഫൈ ചെയ്തതുകൊണ്ട് ജോബ് കിട്ടുകയില്ല. ഓക്കെ, ഇൻ്റർവ്യൂവിൽ നല്ലൊരു മാർക്സ് വന്നിട്ട് ഈ മെയിൻസിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ മാർക്സ് ഒരുമിച്ച് ടാലി ചെയ്യുമ്പോൾ എത്ര കട്ട് ഓഫ് ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളത് വെച്ചിട്ടായിരിക്കും ജോബ് കിട്ടുന്നത്. ഓക്കെ, ദെൻ പ്രിലിംസിൽ നമ്മൾക്ക് മെയിനായിട്ട് 3 കാര്യങ്ങളാണുള്ളത്: ഇംഗ്ലീഷും, ക്വാൻസും, റീസണിങ്ങും. ഓക്കെ, ഇംഗ്ലീഷിൽ മെയിനായിട്ടും വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു റീഡിങ് കോംപ്രഹെൻഷൻ, ഒരു പാസേജ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് RC വരും. ദെൻ അതുപോലെ തന്നെ ഗ്രാമർ റൂൾസ് ബേസ് ചെയ്തിട്ടുള്ള എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസ് വരും. ദെൻ വരുന്ന ക്ലോസ് ടെസ്റ്റ് ആയിരിക്കും, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലുള്ള ക്ലോസ് ടെസ്റ്റുകൾ വരും. ദെൻ അതല്ല എങ്കിൽ മാച്ച് ദ ഫോളോയിങ് വരാം. അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇംഗ്ലീഷിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ മെയിനായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റീഡിങ് തന്നെയാണ്. റീഡിങ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്രാമറിന് അത്യാവശ്യം മനസ്സിലാക്കാനും ഒക്കെ റീഡിങ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. സോ അതുകൊണ്ട് ഇംഗ്ലീഷിൽ മെയിനായിട്ടും റീഡിംഗ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ആണ് ക്വാൻസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അഥവാ നമുക്ക് മാത്സ് എന്നും പറയാം. ദെൻ അതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ദെൻ നമ്പർ സീരീസ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. ദെൻ അതുപോലുള്ള കുറേ ടോപ്പിക്സുകളുണ്ട്: പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ദെൻ ആവറേജസ്, ബോട്ട് ആൻഡ് ട്രെയിൻ,
ഡിസ്റ്റൻസ് ആൻഡ് ട്രെയിൻ, ദെൻ വർക്ക് ആൻഡ് ടൈം, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താണ് ക്വാൻസിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറയാം. അപ്പോൾ ക്വാൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ടും പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്നത് സ്പീഡാണ്. ഓക്കെ, ഒരു കട്ട് ഓഫ് ഇപ്പോൾ ഒരു കട്ട് ഓഫ് കാണും. ഇപ്പം 70 എന്നുള്ളതാണ് കട്ട് ഓഫ് എങ്കിൽ 70 ജസ്റ്റ് 70 ക്ലിയർ ചെയ്താൽ മതി. അതല്ലാണ്ട് നമ്മൾക്ക് കൂടുതൽ മാർക്ക് വേണം എന്നുള്ള കാര്യമില്ല. ജസ്റ്റ് ആ ഒരു ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ് പ്രിലിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിലിംസിന് കൂടുതലായിട്ടും ആക്യുറസിക്കും സ്പീഡിനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്പീഡ് നല്ലതായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു 100 ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാനുള്ള ആ ഒരു രീതികൾ മനസ്സിലാവുകയും വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് മുന്നോട്ട് പോകാനും പറ്റുകയുള്ളൂ. സോ പ്രിലിംസിൽ മെയിനായിട്ടും കുട്ടികൾ ഫെയിൽ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് സ്പീഡ് ഇല്ലായ്ക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ആ സ്പീഡ് ഇല്ലായ്കയെ ടാക്കിൾ ചെയ്യാൻ അത് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ദെൻ റീസണിങ്ങിൽ വരുന്നത് എന്താണ്? പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ദെൻ മിസലേനിയസ് ടോപ്പിക്സ് ആയിട്ടുള്ള ബ്ലഡ് റിലേഷൻ, ദെൻ സിലോജിസം, ആൽഫ ന്യൂമറിക് സീരീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റീസണിങ്ങിൽ വരുന്നത്. റീസണിങ്ങിലും മെയിനായിട്ട് നമുക്ക് മാർക്സ് സ്കോർ ചെയ്തു തരുന്ന ടോപ്പിക്കാണ് പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും. അതിനൊക്കെയുള്ള റൂൾസും കാര്യങ്ങളും എല്ലാം ഇതിപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, അത് കോച്ചിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സോഴ്സസ് കിട്ടും. അത് കോച്ചിങ് ചെയ്യുന്നില്ല എങ്കിൽ ഫ്രീ ആയിട്ടുള്ള PDFs അതുപോലെയുള്ള യൂട്യൂബ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അതൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസേഴ്സ് മീൻസ് ആ ഒരു ഏരിയാസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് മെയിൻസിൽ നമ്മൾക്ക് ഇംഗ്ലീഷും ക്വാൻസും റീസണിങ്ങും ഉണ്ട്. ഇത് മൂന്നിനും പുറമെ വരുന്ന വേറൊരു കാര്യമാണ് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. കറണ്ട് അഫെയർസ് എന്ന് പറയുന്നതാണ് മെയിനായിട്ടും നമ്മുടെ മെയിൻസിന് നമ്മളുടെ ക്വാളിഫയിങ് നേച്ചറിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും കറണ്ട് അഫെയർസും ആയിരിക്കും. ദെൻ ഇത് ബാക്കിയുള്ള എക്സാംസിനാണ്. RRBയുടെ കേസിലും അതുപോലെ തന്നെ RBI അസിസ്റ്റൻറ്റിൻ്റെ കേസിലും നമ്മൾക്ക് ഇത് കൂടാതെ കമ്പ്യൂട്ടർ അവയർനെസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അത് RRBക്കും RBI അസിസ്റ്റൻറ്റിനും മാത്രമേ ഉള്ളൂ. IBPS ക്ലർക്കിനും POയ്ക്കും അതുപോലെ തന്നെ SBIക്കും ആ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഇല്ല. ഓക്കെ, ദെൻ അതുകൊണ്ട് തന്നെ RRBസിലൊക്കെ ആണെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറും കറണ്ട് അഫെയർസും ഇംഗ്ലീഷും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ദെൻ ബാക്കിയുള്ളതിന് കറണ്ട് അഫെയർസും ഇംഗ്ലീഷും ആയിരിക്കും ക്വാളിഫൈ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് മെയിൻസിൻ്റെ കേസിൽ. സോ അതുകൊണ്ട് തന്നെ കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രിലിംസ് പാസ്സായി കഴിഞ്ഞിട്ട് മെയിൻസിന് വേണ്ടിയിട്ട് മതിയല്ലോ, അതുകൊണ്ട് കറണ്ട് അഫെയർസ് അപ്പോൾ പഠിക്കാമെന്ന് പലരും ചിന്തിക്കും. ബട്ട് അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നമ്മൾ ഡേ 1 മുതൽ പഠിക്കാൻ തുടങ്ങുന്ന എന്നാണോ ആ ഡേ 1 മുതലുള്ള കറണ്ട് അഫെയർസും പഠിച്ചു തുടങ്ങണം. ലാസ്റ്റ് 6 months ആണ് മോസ്റ്റ് പ്രിഫറബിൾ എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ 4 months മുതലുള്ള കറണ്ട് അഫെയർസ് എങ്കിലും നമ്മൾക്ക് അതുപോലെ ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോഴുള്ള എക്സാം ട്രെൻഡ്സ് വെച്ചിട്ട് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് നല്ല ഡെപ്തിൽ ചോദിക്കുന്നുണ്ട്, 1 liners ഒന്നുമല്ല ചോദിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള ഡീപ്പ് നോളജ് വേണം. അതുപോലെ തന്നെ ബാങ്കിങ്, ഫിനാൻസ് അതുപോലുള്ള റിലേറ്റഡ് കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരു ഡീപ്പായിട്ടുള്ളൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കറണ്ട് അഫെയർസിനെ മാർക്സ് നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ഇംഗ്ലീഷും ക്വാൻസും റീസണിങ്ങും ഇതൊക്കെ പ്രിലിംസിൻ്റെ ഒരു ഹയർ ലെവലായിരിക്കും മെയിൻസിന് ചോദിക്കുന്നത്. ഈ പഠിക്കുന്ന ടോപ്പിക്സുകൾ തന്നെയായിരിക്കും മെയിൻസിനും വരുന്നത്. ബട്ട് പ്രിലിംസിൽ നമ്മൾ സ്പീഡ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ മെയിൻസിൽ വരുമ്പോൾ കൺസെപ്റ്റ് ക്ലാരിറ്റിയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എത്രമാത്രം കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻസിന് വരുന്നത്. പ്രിലിംസിനെ വെച്ച് നോക്കുമ്പോൾ മെയിൻസ് ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ എക്സാമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ പ്രിലിംസും മെയിൻസും ഒരേപോലെ തന്നെ ഫോക്കസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് സെലക്ഷൻ എന്ന് പറയുന്നത് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു തെറ്റാണ് പ്രിലിംസിന് മാത്രം ആദ്യം ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ദെൻ അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് എന്ന് പറയുമ്പോൾ കറണ്ട് അഫെയർസ് മാത്രമല്ല അതിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ബാങ്കിങ് അവയർനെസ്സും ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എക്സാമുമായിട്ട് അപ്രോച്ച് ചെയ്ത് വരുമ്പോൾ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള ഞാൻ തന്നെ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ജസ്റ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുള്ളത്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസോ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ളതോ അതുപോലെ തന്നെ ക്വാൻസിനെ കുറിച്ച് റീസണിങ്ങിന് സ്പെസിഫിക് ആയിട്ടൊക്കെ ഞാൻ മുൻപ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇനിയും വീഡിയോസ് ചെയ്യും. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്
ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് നെക്സ്റ്റ് ഒരു വീഡിയോ വേണ്ടത്, അങ്ങനെയുള്ള ക്വയറീസിനെ കുറിച്ചും, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.